അമേരിക്ക വീണ്ടും യമനിൽ അറ്റാക്ക് ചെയ്തു. അതായത് രണ്ടാമത്തെ അറ്റാക്ക്. അതായത് സൂയസ് കനാലുമായിട്ട് ബന്ധപ്പെട്ട് റെഡ് സീയിൽ ഇൻ്റർനാഷണൽ വെസൽസിൻ്റെ മൂവ്മെൻറ്റ്, അതായത് മാരിടൈം ഫ്രീ ആയിട്ട് വെസൽ മൂവ് ചെയ്യുന്നതിനെതിരെ ഇറാൻ ബാക്ക് ചെയ്ത ഹൂത്തികൾ അതിനെ തടയുന്നു. അതിൻ്റെ കാരണം പറയുന്നത് ഇസ്രായേലുമായിട്ട് ലിങ്കിങ് ഉള്ള എല്ലാ വെസലുകളും അവർ അറ്റാക്ക് ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഏകദേശം 27ഓളം അറ്റാക്ക് നടന്നു. അമേരിക്കയിൽ വലിയ പ്രശ്നമായി. ഇലക്ഷനാണ്. അവിടുത്തെ ഡെമോക്രാറ്റിക്സ്, അതായത് ജോ ബൈഡൻ്റെ പാർട്ടിയിലുള്ളവർ തന്നെ പറഞ്ഞു അമേരിക്കൻ അസറ്റുകളാണ് അറ്റാക്ക് ചെയ്യുന്നു, അതിനെ തടസ്സപ്പെടുത്തുവാൻ ശ്രമിക്കുന്നു, ഗ്ലോബൽ എക്കോണമിയെ ബാധിക്കുന്നു, എന്തുകൊണ്ട് അമേരിക്ക റിറ്റാലിയേറ്റ് ചെയ്യുന്നില്ല? ആ സമയത്ത് ആൻ്റണി ബ്ലിങ്കൻ പറഞ്ഞൊരു ഉത്തരവുണ്ട് മിഡിൽ ഈസ്റ്റ് ഏഷ്യയിൽ. ഒരിക്കലും അമേരിക്കയ്ക്ക് മിഡിൽ ഈസ്റ്റ് ഏഷ്യയിലെ വാർ സ്പ്രെഡ് ചെയ്യാൻ താല്പര്യമില്ല. പക്ഷേ ഇന്നലെയും ഇന്നും രാവിലെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഏകദേശം 60ഓളം ഡെസ്റ്റിനേഷനിലാണ് വീണ്ടും അറ്റാക്ക് ചെയ്തത്. അതായത് ഹൂത്തി യമൻ്റെ കോസ്റ്റൽ ഏരിയയിലും അവരുടെ റഡാർ ഫെസിലിറ്റീസ്, അതായത് ഇറാൻ കൊടുത്ത റഡാറും അതേപോലെ മിസൈൽസും റോക്കറ്റ്സും സ്റ്റോർ ചെയ്ത ഡിപ്പോയിലേക്കാണ് അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യ ദിവസത്തെ അറ്റാക്കിൽ യമൻ, അതായത് ഹൂത്തിയുടെ തലവൻ പറഞ്ഞത് 5 പേർ കൊല്ലപ്പെട്ടു, 10 പേര് ഇഞ്ചേർഡായി. ബാക്കിയൊന്നും പറഞ്ഞില്ല. മറ്റൊരു കാര്യം പറഞ്ഞു, റിട്ടാലിയേഷൻ ഉണ്ടാകും, തിരിച്ചടിക്കും അമേരിക്കയും UK-യും. ഇവരെ അനുകൂലിച്ച 2-3 രാജ്യങ്ങൾ മുന്നോട്ട് വന്നു. അനുകൂലിക്കല്ല, കണ്ടം ചെയ്തു, അല്ല പ്രതിഷേധം അറിയിച്ചു. ഒന്ന് ഒമാൻ, രണ്ടാമത്തെ രാജ്യം ടർക്കി, സൗദി അറേബ്യ വളരെ ക്ലീനായിട്ട് ഒഴിഞ്ഞു മാറി, UAE കംപ്ലീറ്റ് സൈലൻ്റായി. അതായത് അറേബ്യൻ രാജ്യങ്ങൾ പോലും ഈ അമേരിക്ക നടത്തുന്ന പ്രോസ്പെരിറ്റി ഗാർഡിയൻ ഓപ്പറേഷനിൽ സപ്പോർട്ടീവാണ്. കാരണം ഇത് ഗ്ലോബൽ എക്കോണമിയൊക്കെ ബാധിക്കും. ഇപ്പം ഇന്നത്തെ മാർക്കറ്റ് നോക്കുമ്പോൾ 4.8% ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് ഹൈക്ക് ചെയ്തിരിക്കുന്നത്. കാരണം അത് ഉറപ്പായിട്ടും ഇതിനെ ബാധിക്കും. അതായത് ഈ അറ്റാക്ക് തുടരും. അതാണ് ഇതിൻ്റെ അകത്ത് ഒരു മെസ്സേജ് അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ കൊടുക്കുന്നത്. ഈ അറ്റാക്ക് തുടരും. അതേപോലെ അവർ പറയുന്നൊരു സംഭവമുണ്ട്, ഈ അറ്റാക്ക് എന്ന് പറയുന്നത് ഹൂത്തികളെ തുടച്ചു മാറ്റും. അമേരിക്കയാണ് ISIS-നെ തുടച്ചു മാറ്റിയത്. അമേരിക്ക തന്നെയാണ് അൽ ഖൈദയെ തുടച്ചു മാറ്റിയത്. അത് അൽ ഖൈദ ISIS ആ ഒരു റീജിയൻ മാത്രമല്ലായിരുന്നു, ലോകത്ത് പലയിടത്തും ഉണ്ടായിരുന്നു. അതിനെ എടുത്ത് വൈപ്പ് ഔട്ട് ചെയ്ത് ദൂരെ കളഞ്ഞു. അതേപോലെ തന്നെയാണ് ഹൂത്തികളുടെയും ഉണ്ടാകാൻ പോകുന്ന ഫ്യൂച്ചർ എന്ന് പറയുന്നത്. ഇതിന് യാതൊരു മാറ്റമില്ല. ഈ അറ്റാക്ക് മിനിമം ഒരു 1.5 മാസം നീണ്ടു നിൽക്കും. ഈ ഹൂത്തി എന്ന് പറയുന്ന ഈ സാധനം ചിലപ്പോൾ ഇനി യമനി കാണത്തില്ല, ആ രീതിയിലാക്കി കളയും. അപ്പം അമേരിക്ക കൊടുക്കുന്ന ന്യായീകരണവും UK കൊടുക്കുന്ന ന്യായീകരണം എന്ന് പറയുന്നത് ഈ ഹൂത്തികളുടെ മിലിറ്ററി കേപ്പബിലിറ്റി അതിനെ ഡീഗ്രേഡ് ചെയ്യുക. അത് മാരിടൈം എന്ന് പറയുന്നത് ഫ്രീ ആയിട്ട് ലോകത്ത് ഉണ്ടാകേണ്ട ഒരു സംഭവമാണ്. അതിനെ ബാധിക്കുന്ന രീതിയിൽ ഇൻ്റർനാഷണൽ കോമേഴ്സ് ആണെങ്കിലും ട്രേഡ് ആണെങ്കിലും ഇതിനെ വ്യക്തമായിട്ട് ഓരോ മനുഷ്യനെയും സ്വാധീനിക്കും. അത് ഡയറക്റ്റ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത് ഏകദേശം 30ഓളം രാജ്യങ്ങളിലാണ് ഈ പറയുന്ന സൂയസ് കനാലിൽ റെഡ് സീയിലെ അറ്റാക്ക്. നിങ്ങൾക്കറിയാം ടെസ്ല, എലോൺ മസ്കിൻ്റെ അതിൻ്റെ പ്രൊഡക്ഷൻ ജർമ്മനിയിൽ നിർത്തിവെച്ചേക്കുവാണ്. കാരണം സൂയസ് കനാലിൻ്റെ ആ പ്രശ്നം. കാരണം ലോകത്തിൻ്റെ 10% റൂട്ട് എന്ന് പറയുന്നത് ഈ റെഡ് സീ ആണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൊമേഴ്ഷ്യൽ റൂട്ട്. ഇനി യമൻ എന്ന രാജ്യത്തെ പറ്റി നമുക്ക് നോക്കാം. എന്തായിരുന്നു യമൻ? ഏത് രീതിയിലായിരുന്നു മുൻപ് യമൻ പോയിക്കൊണ്ടിരുന്നത്? അതിൻ്റെ പ്രാധാന്യം എന്തായിരുന്നു? നമ്മൾ മനസ്സിലാക്കേണ്ട സംഭവമുണ്ട്. ഇപ്പം മുസ്ലിം ലീഗിൻ്റെ പേട്രൺ എന്ന് പറയുന്ന ഒരു കുടുംബമാണ് പാണക്കാട് ശിഹാബ് തങ്ങൾ, പാണക്കാട് ഹൈദരാലി, റഷീദ് തങ്ങൾ, ആ ഫാമിലി മുഴുവനും. അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ മുനവറി അലി തങ്ങളെ കാണാൻ പോയപ്പോൾ അപ്പോൾ ആ വീടിൻ്റെ മുമ്പിൽ ഒരു ബോർഡുണ്ട്. അതിനകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ഇവർ യമനിൽ നിന്നാണ് വന്നത്,
ഏകദേശം 250-300 വർഷങ്ങൾക്ക് മുമ്പ്. ഇനി യമനെ പറ്റി നോക്കുക, എന്തൊരു രാജ്യമായിരുന്നു. അതായത് വളരെ പ്രോഗ്രസീവായിട്ടുള്ളൊരു രാജ്യമായിരുന്നു യമൻ. ഈ മിഡിൽ ഈസ്റ്റ് ഏഷ്യയിൽ വളരെ സാമ്പത്തികമായിട്ടും, കാരണം അവർക്ക് മിനറൽസും മറ്റുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നൊരു രാജ്യത്തെ ഈ ഇസ്ലാമിക് റവല്യൂഷൻ വന്ന് ഇതിനെ കോളവാക്കി. ഇത് തന്നെ സംഭവിച്ചത് ഈ ലിബിയയിലും ലെബനനിലും എല്ലാ രാജ്യങ്ങളിലും ഇതാണ് സംഭവിച്ചത്. ഈ മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളെടുത്ത് നോക്കുക. പിന്നീട് എന്താണ് ഉണ്ടായത്? ഇതിനകത്ത് അമേരിക്കയ്ക്ക് ഇസ്രായേലിനും കൈയൊന്നുമില്ല. പിന്നെ വർഷങ്ങളോളം നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ഷിയ സുന്നി ഇഷ്യൂ. ആ ഇഷ്യൂ ലോകത്താര് വിചാരിച്ചാലും പാച്ചപ്പ് ചെയ്യാൻ പറ്റാത്തൊരു ഇഷ്യൂ ആണ്. അതാണ് അതിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്. കാരണം അവിടെ സുന്നി ആൾക്കാരും ഷിയയുടെ മെജോറിറ്റി ഉണ്ട്, രണ്ടുപേരും ആസ് ഈക്വലാണ്. അപ്പം ഷിയയും സുന്നിയുമായിട്ടുള്ള ഫൈറ്റ് എന്ന് പറയുന്നത് അവിടെ വളരെ വർഷങ്ങളോട് നിലനിൽക്കുന്നതാണ്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന പിന്നെയുള്ള കാലത്ത് ഇറാൻ, അതായത് സൗദി അറേബ്യയുടെ ഡോമിനൻസ് കുറയ്ക്കുവാൻ വേണ്ടി. ഇനി എടുത്തു നോക്കുക, ലോകത്തിലെ ഏറ്റവും വലിയ പട്ടിണി മരണമുണ്ടാകുന്ന രാജ്യങ്ങളിലൊന്നാണ് ഈ യമൻ. അതായത് 2015 മുതൽ 2023 വരെയുള്ള കാൽക്കുലേഷൻ യുണൈറ്റഡ് നേഷൻ്റെ കണക്കാണ്. ഏകദേശം 2,78,000 പേരാണ് യുദ്ധം കൊണ്ടും പട്ടിണി കൊണ്ടും അവിടെ മരിച്ചത്. ആർക്ക് വേണ്ടിയാണ് ഇത് ചെയ്തത്? യുദ്ധവും പട്ടിണിയുമായിട്ട് 2,78,000 പേര് കൊല്ലപ്പെട്ടു. ഏകദേശം 50,000-60,000 സീരിയസ്ലി ഇഞ്ചേർഡായി. അവസാനം ഇതിൻ്റെ ഔട്ട്കം എന്താണ്? ഒരു ചോദ്യമാണ്. എന്ത് കിട്ടി അവർക്കതുകൊണ്ട്? ആ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പട്ടിണി, തൊഴിലില്ല, ഒന്നുമില്ല. ഇങ്ങനെ വാറും കൊണ്ട് കിടക്കുകയാണ്. അതായത് അഫ്ഗാനിസ്ഥാനേക്കാളും കഷ്ടമായിട്ട് പോവുകയാണ്. ഇതെന്തുകൊണ്ടാണ് ഉണ്ടായത്? ഈ ഷിയ സുന്നി വാറിൻ്റെ അകത്ത് എന്ത് ഇസ്രായേൽ അമേരിക്ക ഇഷ്യൂ ആണ്? അവർ തമ്മിൽ അടിക്കുക. ഇപ്പം ലിബിയയും ലെബനനും ഒക്കെ എടുത്ത് നോക്ക്. ഇതിനകത്ത് ഏത് തേർഡ് പാർട്ടി ഇടപെട്ടത്? അവിടെയുള്ള ഇസ്ലാമിക രാജ്യങ്ങൾ തന്നെയാണ് ഇടപെട്ടേക്കുന്നത്. ഇതെല്ലാം രാജഭരണവും ഡെമോക്രാറ്റിക് ഭരണമായിരുന്നു യമനിൽ. ആ ഡെമോക്രാറ്റിക് ഭരണം പിന്നെ അത് ഡിക്റ്റേറ്ററായിട്ട് മാറി. അവിടെ ഷിയ പ്രശ്നം ഉണ്ടാക്കുന്നു, മറ്റുള്ള രാജ്യങ്ങൾ കയറി ഇടപെടുന്നു, പ്രശ്നം കുളമായി. എത്രയോ മലയാളികൾ, ഇന്ത്യക്കാരും ജോലി ചെയ്തൊരു രാജ്യമായിരുന്നു യമൻ എന്ന് പറയുന്നത്. ആ രാജ്യത്തിന് ആരാ നശിപ്പിച്ചത്? നിങ്ങൾ തന്നെയാണ്. എന്നിട്ട് നിങ്ങളിരുന്ന് ഈ യമനെ പുകഴ്ത്തി പറയുമ്പോൾ നിങ്ങൾ ആ യമനിൽ എന്താണ് ഉണ്ടായത്? ഇത്രയും വർഷങ്ങൾക്ക് നിങ്ങളെടുക്കുക 15 വർഷം. എന്താണ് യമനിൽ സംഭവിച്ചത്? ആ രാജ്യം ഇത്രയും പുറകോട്ട് പോകാൻ കാരണം എന്തുവാ? ഇപ്പോൾ സുഡാനിലെ ഇഷ്യൂ എടുക്കുക. സുഡാനിലവിടെ ഭരിച്ചുകൊണ്ടിരുന്ന ഗവൺമെൻറ്റും മറ്റൊരു പാരാമിലിറ്ററി ഫോഴ്സും അടിയുണ്ടായിട്ട് എത്ര പേര് മരിച്ചു? കഴിഞ്ഞ 3 മാസം കൊണ്ട് 1.5 ലക്ഷം പേര് മരിച്ചു. 70,000 പേര് പട്ടിണി കിടന്ന് മരിച്ചു. ഇനി മറ്റൊരു കാര്യം നിങ്ങൾ ചിന്തിക്കുക. ഇത് അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമാണ്. പണ്ടൊക്കെ ഇങ്ങനെ ഇഷ്യൂ ഉണ്ടാവുകയാണെങ്കിൽ അത് ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റും ഫൈറ്റും ഒക്കെ ഉണ്ടാവുകയാണ്, പൊളിറ്റിക്കൽ ഫൈറ്റും അങ്ങനെ ഈ ഭരണം പിടിച്ചെടുക്കുന്ന ഫൈറ്റ് ഉണ്ടാവുകയാണെങ്കിൽ ഇപ്പോഴും യുണൈറ്റഡ് നേഷൻ ആണെങ്കിലും മറ്റുള്ള രാജ്യങ്ങൾ ഇടപെടുമായിരുന്നു. അമേരിക്ക ഇടപെടുമായിരുന്നു. ഇടപെട്ട് അതിന് സൊല്യൂഷൻ ഉണ്ടാക്കി അവർക്ക് ഭക്ഷണം, മരുന്ന് ഒക്കെ എത്തിച്ചു കൊടുക്കുമായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇപ്പോഴീ സംഭവത്തിൽ ആരും ഇടപെടുന്നില്ല. നീ അടിച്ചോ, നീ ചത്തോ, ഇതാണ് സംഭവം. പോളിസി സുഡാനിൽ നടക്കുന്നതാണെങ്കിലും ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ എടുക്കുക. നീ അടിക്കോ, എന്തോ വെള്ളം ചെയ്തു, ഞാൻ നിന്നെ നന്നാക്കാൻ വന്നു, നീ നന്നാവുന്നില്ല, നീ ഇഷ്ടമുള്ള പോലെ ചെയ്തു. ഇതാണ് അഫ്ഗാനിസ്ഥാനിലുണ്ട് അവസാനം പിന്മാറിയത്. ഇത്ര $3 ട്രില്യൺ അമേരിക്ക അവിടെ മുതൽ മുടക്കുന്നത്. അവിടെ ഓപ്പറേഷനും അത് ആ രാജ്യം നന്നാകാൻ വേണ്ടി നാറ്റോ അലയൻസും മറ്റുള്ള രാജ്യങ്ങൾ, ഇന്ത്യ ഗവൺമെൻറ് എത്രയോ കോടികൾ കൊടുത്തു. എന്നിട്ടെന്തായി? കാരണം അതാണ് ഈ മതം തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അതെ, കേരളത്തിൽ ഇതിനെ പിന്തുണയ്ക്കുന്നവനും മനസ്സിലാക്കണം, നീയൊക്കെ ഇതിനെ പിന്തുണച്ചിട്ട് ഈ അവസാനം ഇതിൻ്റെ ഔട്ട്കം എന്തുവാ? ഇവർ രക്ഷപ്പെടുന്നുണ്ടോ?
അവസാനം മതം തലയ്ക്കകത്ത് പിടിച്ചതെല്ലാം നാശത്തിൻ്റെ വക്കിലോട്ടാണ് പോകുന്നത്. ഗാസയിൽ ഏകദേശം 23,000 പേര് കൊല്ലപ്പെട്ടു എന്ന് ഹമാസിൻ്റെ ഹെൽത്ത് മിനിസ്ട്രിയാണ് പറയുന്നത്. ചില റിപ്പോർട്ടുകളൊക്കെ വരുന്നു, ഇതിന് വലിയ പ്രാധാന്യം ഇൻ്റർനാഷണൽ മീഡിയ ഇപ്പോൾ കൊടുക്കാതായി. നീ മരിക്കുകയോ മരിക്കാതിരിക്കുകയോ ചെയ്യും. അങ്ങനായി ലോകരാജ്യങ്ങൾ. ഈ രീതിയിലോട്ട് ഇതിനെ കൊണ്ടുപോയത് നിങ്ങൾക്ക് തന്നെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, എവിടെയോ കാര്യമായിട്ട് പ്രശ്നമുണ്ടായിട്ടുണ്ട്. മനുഷ്യൻ ജീവിക്കുന്ന ഇതേപോലെ നരകയാതന അനുഭവിച്ച് അവസാനം പൊട്ടാത്ത തോക്ക് പോയി വെടി. ആർക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്? ഇതാണ് ചോദ്യം. ഇത് മനസ്സിലാക്കുക, 21-ാം നൂറ്റാണ്ടാണ്, ഡിജിറ്റൽ യുഗമാണ്. യമൻ്റെയും ഈ പറയുന്ന ഗാസയാണെങ്കിൽ ലിബിയയുടെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കുക. ലിബിയ എന്തുമായിരുന്നൊരു സമയത്ത് മിഡിൽ ഈസ്റ്റ് ഏഷ്യയിലെ സ്വിറ്റ്സർലൻഡ് എന്നാണ് ലിബിയ അറിയപ്പെട്ടിരുന്നത്. അത്ര എക്കണോമിക് ഗ്രോത്ത് ആയിരുന്നു. ആ രാജ്യത്തെ എന്തോ നശിപ്പിച്ചത്? ഈ പറയുന്ന ഇസ്ലാമിക് റവല്യൂഷന് ശേഷം ഉണ്ടായ ചേഞ്ചസ്. ആരാണ് ഇതിന് ഉത്തരവാദി? സിറിയയിൽ എന്താ ഉണ്ടായത്? ഇതൊക്കെ ഇതിൻ്റെ മാറ്റങ്ങൾ ശ്രദ്ധിക്കുക. ഇത് അവസാനം ഇതെവിടെ എത്തി? ഇത് ആരുടെ കയ്യിലാണ്? ആർക്കും അറിയത്തില്ല ആരുടെ കയ്യിലാണ്. ഓരോ രാജ്യങ്ങളെടുക്കുക, ഏകദേശം 40ഓളം ഇസ്ലാമിക രാജ്യങ്ങളെടുക്കുക. ഇസ്ലാമിക് റവല്യൂഷൻ വന്ന ശേഷം ഈ 40ഓളം രാജ്യങ്ങളിൽ എവിടെയും എത്തിയില്ല. അതിനകത്ത് മാറ്റമുണ്ടാക്കിയ രാജ്യം എടുത്തു പറയേണ്ട UAE ആണ്. അവരതിനകത്ത് ഇപ്പം പൂർണ്ണമായിട്ട് അവർ മാറ്റുക. അത് കണ്ടുപിടിച്ചു സൗദി അറേബ്യ, അവരും മാറുകയാണ്. അതാണ് പല GCC രാജ്യങ്ങളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് ഇതിൻ്റെ അകത്ത് ഈ ക്ലച്ചസിൽ നിന്ന് മാറണം, അല്ലെങ്കിൽ ഈ രാജ്യമൊന്നും നാളെ നിലനിൽക്കില്ല. അതുകൊണ്ടാണ് സൗദി അറേബ്യ അവിടുത്തെ ക്ലർജീസിനെ വഹാബിസവും സലഫിസവും നിർത്തിലാക്കി അവന്മാരെ പറഞ്ഞു വിട്ടു. UAE പുതിയ രീതി കൊണ്ടുവന്നു. കാരണം ഇവർക്ക് വേണ്ടെന്നായി. കാരണം ഇവരാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ശല്യം. ഇത് തന്നെയാണ് യമനിൽ സംഭവിച്ചത്. ഇത് തന്നെയാണ് ഈ പറയുന്ന ഗാസയിലും ലിബിയയിലും. ആരാണ് ഇതിന് ഉത്തരവാദി? പിന്നെ മറ്റൊന്ന് സംഭവമുണ്ട്. അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യം ഒരു ലോക പോലീസ് തന്നെ, അവൻ ബിസിനസ്സുകാരനാണ്. അയാൾ പറയുമ്പം നീയൊക്കെ തമ്മിലടിക്കാൻ പോകുന്നത് നിന്നെ പറഞ്ഞാൽ പോരായോ? ആ പൊട്ടത്തരം കേരളത്തിലും PFI കാണിച്ചില്ലയോ? അവസാനം ആരാ അനുഭവിച്ചത്? SDPIയും അവസാനം എല്ലാം കൂടെ ജയിലിൽ കിടക്കുക. അവൻ്റെ വീടും സ്ഥലവും പോയി. അപ്പം 1.5 വർഷം മുമ്പ് ഞാനൊരു വീഡിയോ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ എന്ന് പറയുന്ന യമനും ലിബിയയും ഈ പറയുന്ന മിഡിൽ ഈസ്റ്റേൺ രാജ്യമൊന്നുമല്ല. ശക്തമായ ജനാധിപത്യ അടിത്തറയുള്ള ഭരണഘടനയുള്ള രാജ്യമാണ്. ഇവിടെ കിടന്ന് പുകില് കാണിച്ച് നീ പോലും അറിയത്തില്ല നിൻ്റെ കുടുംബത്തിൻ്റെ എത്രയോ തലമുറ എവിടെയായിരിക്കും പിന്നെ ജീവിക്കുന്നത്. അതാണ് PFIക്ക് SDPIക്ക് കൊടുത്ത വാണിങ്. അത് ഇന്ത്യ എന്ന് പറയുന്ന സോളിഡ് റിപ്പബ്ലിക്കാണ്. അല്ലാതെ ഈ പറയുന്ന അറേബ്യൻ രാജ്യങ്ങൾ പോലെ ബനാന റിപ്പബ്ലിക് അല്ല, രാജഭരണമൊന്നും അല്ല. അപ്പം ഇതാണ് ഇതിൻ്റെ അകത്ത് അൾട്ടിമേറ്റായിട്ട് മനസ്സിലാക്കേണ്ടത്. ഈ പറയുന്ന 40ഓളം ഇസ്ലാമിക രാജ്യങ്ങൾ ഇസ്ലാമിക് റവല്യൂഷൻ വന്ന ശേഷം ഓരോ രാജ്യം എടുക്കുക, സോമാലിയ, ആ രാജ്യം, ഓരോ രാജ്യം എടുക്കുക. എവിടെ പോയി? എന്താണ് കിട്ടിയത്? അവസാനം തമ്മിലടിച്ച് ചാവുക. തമ്മിലടിച്ചാണ് ചാവുന്നത്. അപ്പോൾ അവർ തമ്മിലടിച്ച് ചാത്ത് പിന്നെ പുറത്തോട്ട് വന്ന് മറ്റുള്ളവനെ ഉപദ്രവിക്കാൻ വരുമ്പോൾ വിടുന്നില്ല. ഇപ്പം ഇസ്രായേലിനെ പോയി ചൊറിയാൻ പോയി 1200 പേരാണ് ഇസ്രായേലിലന്ന് സദേൺ ഇസ്രായേൽ കൊല്ലപ്പെട്ടത്. ഒക്ടോബർ 7 തിരിച്ചു കൊടുത്ത അടി കണ്ടു. ഇപ്പം ലിബിയയ്ക്ക് കിട്ടുന്ന അടി, ഹിസ്ബുള്ളയ്ക്ക് കിട്ടുന്ന അടി കണ്ടു. ഇപ്പോൾ ഹൂത്തിക്ക് അടി കിട്ടി. ഇനി അടുത്തത് ഇറാൻ. ഈ ഗെയിമായിട്ടാണ് പോകുന്നത്. അപ്പം ഇത് മനസ്സിലാക്കേണ്ടത് ഒരു ഗ്ലോബൽ ഓർഡറുണ്ട്, ഒരു വേൾഡ് ഓർഡറുണ്ട്. അതനുസരിച്ച് നമ്മളെല്ലാം പോകുന്നത്. അതിന് മാറി ചിന്തിച്ച് മറ്റുള്ള രീതിയിൽ ലോകസമാധാനം തകർക്കുന്ന രീതിയിൽ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും അടി കിട്ടും. ഇന്ത്യ വരെയാണ് ഇപ്പം യമനെതിരെ കൂടിയിരിക്കുന്നത്. കാരണം ഇന്ത്യ വലിച്ചടിക്കാണ്. 3ഓളം ഷിപ്പ് കയറി അറ്റാക്ക് ചെയ്തു. ഇന്ത്യയുടെ 10ഓളം നേവൽ വെസൽസാണ് അവിടെ പെട്രോളിങ് നടത്തുന്നത്. ഒരു ലോകത്തൊരു രാജ്യം ഇത് സഹിക്കത്തില്ല. അതാണ് ഇതിൽ കിട്ടിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മെസ്സേജ്.